അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറിദല്ലാഹി മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, തെരുവിൻ്റെ കഥ പറയുന്ന പ്രൗഢമായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, എനിക്ക് അനുവദിക്കപ്പെട്ട വിഷയത്തിൽ സമയാനുസരണം സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് ദീനിന്റെ വിഷയങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ പ്രകൃതിയെ പല പാർട്ടാക്കി തിരിച്ച് അതിനകത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. സാമ്പത്തിക മേഖലയിലായാലും പൊളിറ്റിക്സ് എടുത്തു നോക്കിയാലും അവിടെയെല്ലാം പ്രകൃതി എന്തു പറയുന്നു, അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എങ്ങനെ ചേരുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഈ അടുത്ത കാലങ്ങളിലായി രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, കൊച്ചിയിലെ 3 ഫ്ലാറ്റുകൾ പൊളിക്കുന്ന സമയത്ത് പാർലമെന്റിലെ കേരള MP-മാരിൽ 19 ആളുകൾ ഒരാൾ മാത്രം ഒഴിച്ചു നിന്ന് പ്രധാനമന്ത്രിക്കും അതിൻ്റെ അതത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അവരെ അത് പൊളിക്കരുത്, അവിടെ വസിക്കുന്നവരുടെ താമസങ്ങളുടെ ആകുലത അവർ പറയുകയുണ്ടായി. ആ സമയത്താണ് ഈ വിട്ടുനിന്ന MP ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു ചർച്ച ലോകത്തിന്റെ മുമ്പിൽ, അതല്ലെങ്കിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ക്രൂരമായ മക്കക്കാരുടെ പ്രവർത്തനങ്ങളിൽ നിക്കക്കള്ളിയില്ലാതെ ഹിജ്റയുടെ തെരുവിലൂടെ മദീനയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നാം വായിച്ചവരാണ്, നാം അറിഞ്ഞവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്നു. മദീനയിലെ അവിടുത്തെ അൻസാറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നു. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. മദീന ചാപ്റ്റർ എന്ന് പറയുന്ന ആ അധ്യായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥമായ നിലപാട് അവിടെ വ്യക്തമാക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മദീനത്ത് വസിക്കുന്നത്. മദീന ചാപ്റ്റർ പറയുന്നത് ഈ പ്രകൃതി, പിന്നെ ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ വിഷയമാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് മദീനയിൽ വെച്ച് പ്രഖ്യാപിച്ചത്. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, സസ്യലതാദികളോട് സ്വഹാബത്ത്, അവിടുത്തെ അനുചരർ എങ്ങനെ പെരുമാറണം എന്നതിന്റെ വലിയൊരു മാനുവല്. അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം, മറ്റുള്ളവരെ ആക്രമിക്കരുതെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഹജ്ജത്തുൽ വദാഇന്റെ 2ാമത്തെ പ്രസംഗത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നടത്തിയ പ്രസംഗവും ഒരുപക്ഷെ പ്രകൃതിപരമാണ്. അവിടുത്തെ അനുചരോട് സ്വഹാബത്തോട് അവര് ആ അറിവ് മറ്റു ലോകർക്ക് പകർന്നു നൽകുന്ന ഇടങ്ങളിൽ നിങ്ങൾ എന്തു സംസാരിക്കണം എന്നുള്ളത് അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷയമാണ്. ഇത് നാം മുറുകെ പിടിക്കുകയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കുകയും ദിനംപ്രതി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അതൊരു മുതൽക്കൂട്ടാക്കി എടുക്കണമെന്നുകൂടി അപേക്ഷിക്കുകയും അതുപോലെ തന്നെ അതിന് ഗഹനമായി പഠിക്കുകയും അതിൻ്റെ പല തട്ടിലുള്ള വിഷയങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും നമുക്കാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.